കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് അല്ലെങ്കിൽ റാംസാർ കൺവെൻഷൻ ഇത് ഒരു ഇന്റർ ഗവൺമെന്റൽ കൺവെൻഷൻ ആണ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ്. റാംസാർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിറ്റി ഇൻ ഇറാനിലൊരു സിറ്റിയാണ് റാംസാർ. ഈ കൺവെൻഷനിൽ ഒരുപാട് രാജ്യങ്ങൾ പാർട്ടിയാണ്. ഇന്ത്യയും ഒരു പാർട്ടിയാണ് ഈ കൺവെൻഷനിൽ. UN-ൽ 190+ countries are there and 90% of UN countries are party to Ramsar Convention. So around 170 countries are party to Ramsar Convention. ഈ കൺവെൻഷനിൽ ഹൗ ദേ ആർ ഡിഫൈനിങ് വെറ്റ്ലാൻഡ്സ്, വളരെ ബ്രോഡായിട്ടാണ് വെറ്റ്ലാൻഡ്സ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് ലേക്സ്, റിവേഴ്സ്, കോറൽ റീഫ്സ്, സ്വാംസ്, ഡെൽറ്റ, മാർഷ്, ഫിഷ് പോണ്ട്, അങ്ങനെ ഹോളിസ്റ്റിക് ഡെഫിനിഷനാണ് വെറ്റ്ലാൻഡ്. ഈ വെറ്റ്ലാൻഡ്സ് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം, ഓരോ രാജ്യങ്ങൾ ഏതൊക്കെ സ്റ്റെപ്സ് എടുക്കണം എന്ന് ഗൈഡ് ലൈൻസിൽ പറയുന്നുണ്ട്. സോ കൃത്യമായിട്ട് ഒരു ടെക്നിക്കൽ ഗൈഡൻസ് ഈ കൺവെൻഷനകത്ത് പറയുന്നുണ്ട്. രാജ്യങ്ങൾക്ക് അത് എടുക്കുകയും ചെയ്യാം. ഈ കൺവെൻഷൻ്റെ സെക്രട്ടേറിയറ്റ് ഈസ് ബേസ്ഡ് ഓൺ IUCN സെക്രട്ടേറിയറ്റ് അറ്റ് ഗ്ലാൻഡ്, സ്വിറ്റ്സർലൻഡ്. The world's first Ramsar site, it was Cobourg Peninsula in Australia. The largest site is Rio Negro in Brazil. The country with the most Ramsar sites is UK with 175 sites. So, ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റ്സ് ഉള്ള രാജ്യം it is United Kingdom. And the country with the greatest area of listed wetlands is Bolivia. Bolivia is in South America. So ഏറ്റവും കൂടുതൽ ഏരിയ നോക്കുവാണെങ്കിൽ റാംസാർ സൈറ്റ് ഉള്ളത് ഇറ്റ് ഈസ് ഇൻ ബൊളീവിയ. എന്തുകൊണ്ടാണ് വെറ്റ്ലാൻഡ്സ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഇമ്പോർട്ടൻസ്? വെറ്റ്ലാൻഡ്സ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊഡക്റ്റീവ് എക്കോസിസ്റ്റം ഓൺ എർത്ത്. When we compare with even tropical rainforest or coral reefs, wetlands are the most productive ecosystem on earth. The bodies of the convention. Ramsar Convention main bodies. Number 1 is Conference of Contracting Parties, COP എന്ന് പറയും. ഈ Conference of Contracting Parties it meets once in 3 years. So 3 വർഷം കൂടുമ്പോൾ മീറ്റ് ചെയ്യുന്ന കൺവെൻഷൻ, മീറ്റ് ചെയ്യുന്ന ബോഡിയാണ് COP എന്ന് പറയുന്നത്. ദിസ് ബോഡി അഡ്മിനിസ്റ്റർ ദ കൺവെൻഷൻ ആൻഡ് ഗൈഡ് ഇറ്റ്സ് ഇംപ്ലിമെന്റേഷൻ. So COP will guide the implementation of the guidelines and it administers Ramsar Convention. ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 13 ആണ്. 2018 COP 13 മീറ്റ് ചെയ്തത് ഇൻ ദുബായ്. സോ അടുത്ത COP വരുന്നത് 2021. ഇറ്റ് വിൽ ബി ഹെൽഡ് ഇൻ ചൈന. സോ COP 14 ഓഫ് റാംസാർ കൺവെൻഷൻ വിൽ ബി ഹെൽഡ് ഇൻ ചൈന. സോ ഇതാണ് ഒന്നാമത്തെ ബോഡി ഓഫ് കൺവെൻഷൻ. സെക്കൻഡ് ഈസ് the standing committee. This standing committee, it meets annually, and this standing committee is guided by the framework of the decisions made by the COP. നമ്മൾ COP ആ ബോഡി ഉണ്ടാക്കുന്ന ഗൈഡ് ലൈൻസിലാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി വർക്ക് ചെയ്യുക. ആൻഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മീറ്റ്സ് എവറി ഇയർ. ഈ രണ്ട് ബോഡിയെയും, അതായത് COPയെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെയും ടെക്നിക്കൽ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ദർ ആർ 2 ടെക്നിക്കൽ ബോഡീസ്. വൺ ഈസ് STRP, ദ സെക്കൻഡ് ഈസ് CEPA. സോ വൺ ഈസ് സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ റിവ്യൂ പാനൽ STRP ആൻഡ് ദ സെക്കൻഡ് ഈസ് കമ്മ്യൂണിക്കേഷൻ, എഡ്യൂക്കേഷൻ, പാർട്ടിസിപ്പേഷൻ ആൻഡ് അവയർനെസ് ഓവർസൈറ്റ് പാനൽ. സോ ദീസ് 2 panels will help Conference of Parties and Standing Committee in relation to technical issues. സെക്രട്ടറിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് ബേസ്ഡ് ഇൻ IUCN ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ ഗ്ലാൻഡ്, സ്വിറ്റ്സർലൻഡ്. റാംസാർ സൈറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എത്ര റാംസാർ സൈറ്റ്സ് ഉണ്ട്? ലോകത്തിൽ ഏതാണ്ട് 2400+ റാംസാർ സൈറ്റ്സ് ഉണ്ട്. ഇന്ത്യയിൽ currently we have 41 Ramsar sites. 41 ഉണ്ട്. ഈ ഇടയ്ക്കാണ് കഴിഞ്ഞൊരു മാസമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞൊരാഴ്ചയാണ് 2 റാംസാർ സൈറ്റ് ആഡ് ചെയ്തത്. അതിൻ്റെ മുന്നേ 2 റാംസാർ സൈറ്റ് വീണ്ടും ആഡ് ചെയ്തു. സോ വി ഹാഡ് 37 റാംസാർ സൈറ്റ്സ് ആൻഡ് 4 റാംസാർ സൈറ്റ്സ് വെയർ ആഡഡ് റീസെൻ്റ്ലി. യു മസ്റ്റ് റിമെമ്പർ the name of those 4. One is Asan
കൺസർവേഷൻ റിസർവ് ഓഫ് ഉത്തരാഖണ്ഡ്, കാൻവർ താൽ കബർ അല്ലെങ്കിൽ കബർതാൽ ലേക്ക് ബീഹാർ, സർ സരോവർ also known as Keetam Lake in Uttar Pradesh, and the last is the Lonar Lake of Maharashtra. So these four conservation sites were added to Ramsar list. So in total, India have 41 Ramsar sites. So ഇത് കൂടാതെ ബാക്കിയുള്ള 37, ഈ 4 കൂടാതെ 37 you can see in the map. ഈ മാപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾ നോർത്ത് ഈസ്റ്റിലുള്ള 3 സൈറ്റ് എടുത്തോർത്തിരിക്കുക. ഒന്ന് നമ്പർ 12 ഈസ് ദീപൂർ ബീൽ. സോ ദീപൂർ ബീൽ. നമ്പർ 4 ഈസ് ലോക്തക് ലേക്ക്, and number 23 is Rudrasagar Lake. So these three, Rudrasagar Lake, Deepur Beel and Loktak Lake, these are located in a northeastern region. Next, what is Montreal's record? എന്താണ് Montreal's record? Montreal's record is a register of wetland sites on the list of wetlands of international importance, where the changes in ecological character have occurred, are occurring, or are likely to occur as a result of technological developments, pollution, or other human interference. അതായത് ഒരു വെറ്റ്ലാൻഡ് സൈറ്റ്, ആ വെറ്റ്ലാൻഡ് സൈറ്റിൽ എക്കോളജിക്കൽ ക്യാരക്ടർ നേരത്തെ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കറൻ്റ്ലി ചേഞ്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട് ബിക്കോസ് ഓഫ് സം ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഇൻ ദ ഏരിയ ഓർ ബിക്കോസ് ഓഫ് സം പൊല്യൂഷൻ. ഈ കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ എക്കോളജിക്കൽ ക്യാരക്ടർ ചേഞ്ച് ആവുന്നുണ്ട്. അങ്ങനത്തെ സൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ലിസ്റ്റാണ് മോൺട്രിയക്സ് റെക്കോർഡ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് 2 സൈറ്റാണ് ഇപ്പോൾ മോൺട്രിയക്സ് റെക്കോർഡിലുള്ളത്. ഒന്ന് കിയോലാഡിയോ നാഷണൽ പാർക്ക് ഓഫ് രാജസ്ഥാൻ, second is Loktak Lake of Manipur. So these 2 sites are included in the Montreal's record, and Montreal's record is maintained as part of Ramsar list. നമ്മൾ ഇന്ത്യയിൽ ഇൻ ടോട്ടൽ 41 സൈറ്റ്സ് ആണെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ വർഷം വരെ നമ്മുടെ 26 സൈറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ, 26 സൈറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ വർഷമാണ് 27th സൈറ്റായിട്ട് സുന്ദർബൻസ്, വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസ് ആഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഒരു 10 സൈറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ വർഷം വീണ്ടും ഒരു 4 സൈറ്റ് ആഡ് ചെയ്തു. സോ ഇൻ ടോട്ടൽ 41 സൈറ്റ്സ് ഇൻ ഇന്ത്യ. ഇനി ദ റാംസാർ സൈറ്റ്സ് ക്രൈറ്റീരിയ, the 9 criteria for identifying wetlands of international importance. So ഒരു വെറ്റ്ലാൻഡ് റാംസാർ ലിസ്റ്റിൽ വരണമെങ്കിൽ 9 criteria are there. ഇതിനകത്തിലെ മെജോറിറ്റി ക്രൈറ്റീരിയ ബേസിക് ക്രൈറ്റീരിയ ആണ്. അതായത് വെറ്റ്ലാൻഡ്സിൽ ഇഫ് ദർ ഈസ് എനി റയർ യുണീക്ക് വെറ്റ്ലാൻഡ്, അല്ലെങ്കിൽ ഇഫ് ദ വെറ്റ്ലാൻഡ് സപ്പോർട്ട് വൾണറബിൾ എൻഡേഞ്ചേർഡ് ഓർ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ്, അല്ലെങ്കിൽ ഇഫ് ദ വെറ്റ്ലാൻഡ് ഈസ് സപ്പോർട്ടിംഗ് plant or animal species as critical stage in their life cycle. ഇതേപോലുള്ള ബേസിക് ക്രൈറ്റീരിയസ് ആണ് പറയുന്നത്. എക്സാമിന് ഓർക്കേണ്ടത് 3 ക്രൈറ്റീരിയാസ്, 3 ക്രൈറ്റീരിയ നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്നാമത്തത് ദിസ് ക്രൈറ്റീരിയ നമ്പർ 5, എ വെറ്റ്ലാൻഡ് ഷുഡ് ബി കൺസിഡേർഡ് ഇന്റർനാഷണലി ഇമ്പോർട്ടൻറ്റ് if it regularly supports 20,000 or more water birds. So ഒരു വെറ്റ്ലാൻഡിൽ if that wetland regularly supporting 20,000 or more water birds, then that wetland can be considered in Ramsar list. Next is criteria number 6. A wetland should be considered internationally important if it regularly support 1% of the individuals in a population of one species or subspecies of water bird. So ഒരു വാട്ടർ ബേർഡ് സ്പീഷീസ് അല്ലെങ്കിൽ സബ് സ്പീഷീസിൻ്റെ 1% ഓഫ് ഇൻഡിവിജ്വൽസിനെ ആ വെറ്റ്ലാൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ then that wetland can be considered internationally important. നമ്മൾ ഈ പറഞ്ഞ വാട്ടർ ബേർഡ് മാറ്റിയിട്ട് ഒരു നോൺ ഏവിയൻ ആനിമൽ സ്പീഷീസ് ആണെങ്കിലും ദ സെയിം ക്രൈറ്റീരിയ ഹോൾഡ്സ്. അതായത് if it regularly supports 1% of the individual in a population of one species or subspecies of wetland dependent non-avian animal species. So water bird ആവട്ടെ അല്ലെങ്കിൽ നോൺ ഏവിയൻ ആനിമൽ സ്പീഷീസ് ആവട്ടെ, ആ വെറ്റ്ലാൻഡിൽ ആ സ്പീഷീസിൻ്റെയോ സബ് സ്പീഷീസിൻ്റെയോ
1% of the individual of the population ആ വെറ്റ്ലാൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ then that wetland can be considered as internationally important. So remember these much about Ramsar Convention or Convention on Wetlands.